ഹായ് ഓൾ. ഇന്ന് നമുക്ക് കായ കൊണ്ട് എങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 നേന്ത്രക്കായ എടുത്തിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും അത് വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയോട് ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ചു. ഒരു 3-4 വിസിൽ കേൾക്കും വരെ കുക്കറിനകത്ത് ഇത് വേവിച്ചെടുത്തു. ഇനി നമുക്ക് ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഈ കുക്കർ തുറന്ന് നോക്കാം. കായെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ചൂടോടെ തന്നെ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഉടച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാൻഡ് വിസ്കാണ് എടുക്കുന്നത്. തവി വേണേലും എടുത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്യുക, അത് ഉടച്ചെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് കറിയിൽ കടിക്കാൻ. ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ ഉടച്ച് കറിയിൽ ചേർക്കണം. എങ്കിൽ മാത്രമേ കറിക്ക് ഒരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. കായ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആ കറിക്കൊരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ ഉടച്ച് യോജിപ്പിക്കുകയാണ്. കായെല്ലാം ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിന് വറവിടണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗം നമുക്കിതിനകത്ത് അരച്ച് ചേർക്കണം. ബാക്കി 3/4 ഭാഗവും നമുക്ക് ഈ കറിയിൽ വറുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കറിയിൽ വറവ് തേങ്ങയാണ് കൂടുതലായിട്ട് വേണ്ടത്. അരച്ച് ചേർക്കുന്നത് വളരെ കുറച്ച് മതി. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇനി നമുക്ക് തേങ്ങയ്ക്കകത്ത് കുറച്ച് ജീരകവും നല്ല ജീരകവും 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടാണ് അരച്ച് ചേർക്കുന്നത്. അത് അങ്ങ് പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട. ഒരു 3/4 ഭാഗം അരച്ചിട്ട് അങ്ങ് ചേർക്കാം. ഇനി ആ അരപ്പെല്ലാം കൂടെ കറിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് കുറച്ച് ഏറെ വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. കാരണം ഈ കറി തണുത്ത് വരുന്തോറും നല്ല കുറുകി വരുന്ന കറിയാണ്. അതുകൊണ്ട് ഇപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ചാലും കറി തിളച്ച് വരുമ്പോഴത്തേന് ഇത് കുറുകും. പിന്നെ തണുക്കുമ്പോൾ കുറേ കൂടെ കുറുകുന്ന കറിയാണ്. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി നല്ലൊരു തിള വരും വരെ ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വറവിടണം. അതിനായിട്ട് നെയ്യിലാണ് തേങ്ങ, നമ്മൾ 3/4 ഭാഗം തേങ്ങ മാറ്റി വെച്ചിരുന്നല്ലോ, ആ തേങ്ങ നെയ്യിലാണ് വറുത്ത് എടുക്കുന്നത്. കുറച്ച് കൊച്ചുള്ളിയും വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൊച്ചു കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. കൂടുതൽ എരിയില്ലാത്ത കറി ആയതുകൊണ്ട് അവർക്ക് നെയ്യുടെ മണവും എല്ലാം ആയിട്ട് ചോറുണ്ണാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. ഞാൻ എന്തായാലും 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടി വന്നപ്പോഴത്തേന് നമുക്ക് വറക്കാനുള്ള തേങ്ങയും ബാക്കി കൊച്ചുള്ളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗോൾഡൻ കളറിലോട്ട് വന്നാൽ മതി. ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഗോൾഡൻ കളറിലാവുമ്പോൾ നമുക്കിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പ്രാവശ്യം ഓണത്തിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി നല്ല ടേസ്റ്റുള്ളതാണ്. ഇത് പപ്പടം കൂട്ടി വേണേലും കഴിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ട് ഞാൻ ആ വറുത്ത് എടുത്ത ആ പാത്രത്തിലോട്ട് തിരിച്ച് കറി ഒഴിച്ചു. ഇനി ഇത് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. വിളമ്പുന്ന സമയം ഒന്നും കൂടെ ഇളക്കി നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.